ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. ഈ സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മകണ്ണുകളാലെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തൻ സാന്നിധ്യം അതുണ്ടെന്നവൻ ചൊന്നതല്ലയോ, അന്നു ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മകണ്ണുകളാലെ. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടലോകം ക്രൂശിനാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നങ്ങാത്തു ചൊല്ലവേ പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു. പഞ്ചനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്പനേരം ദൈവസന്നിധിയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന എന്ത് വചനമാണ് നമുക്ക് ശ്രദ്ധയോടെ കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഞാനത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ ദൈവം സന്തോഷിക്കും.
ഈ എത്ര പ്രയാസമുള്ളതാണെങ്കിലും വചനമനുസരിക്കാൻ ദൈവം കൃപ തരും, ആത്മാവിനെ തരും. വചനം അനുസരിക്കണം നിർബന്ധമുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യും. അല്ലാത്തൊരു പറയും, ഓ ഇത് കഠിനവാക്ക്, ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെ പറയും. പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇത് കഠിനവാക്കല്ല. ഇത് സ്വർഗത്തിൽ പോകാനുള്ള ഏക മാർഗം വചനം അനുസരിച്ചാലേ പറ്റുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കത് തരും. എനിക്ക് അസാധ്യമായ കാര്യം സാധിപ്പിച്ചു തരാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപദേഷ്ടാവെന്നാണ് പറഞ്ഞത്, കാര്യസ്ഥൻ എന്നാണ് പറഞ്ഞത്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു കാര്യവിചാരകൻ. എൻ്റെ ഈ മൺകൂടാരം തെറ്റിലേക്ക് പോകാതെ, പിശാചിൻ്റെ അടിമനുഭവത്തിലേക്ക് പോകാതെ എന്നെ നേർപാതയിൽ നടത്തി എനിക്ക് ആലോചന പറഞ്ഞു തന്ന് എന്നെ കരം പിടിച്ച് നടത്തിക്കൊണ്ട് എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക. അതാണ് ഈ കാര്യസ്ഥൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് സാധിക്കുന്ന കാര്യമാണ്. ആത്മാവില്ലാത്തവർക്ക് സാധിക്കില്ല. ആത്മാവുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടോ ഇല്ലയോ? വളരെ ലളിതമല്ലേ. ആത്മാവില്ലെങ്കിൽ ജഡത്തിലേക്കും ലോകത്തിലേക്കും നമ്മുടെ ഹൃദയം പോകും. ഒന്നും വേണ്ട, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങോട്ടാണ് പോകണേ? ഏകാഗ്രമായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ലോകത്തിലേക്ക് പോവില്ലേ? തെറ്റായ കാര്യമായിരിക്കത്തില്ല, പക്ഷെ അത് തെറ്റാണ്. ലോകമാണത്. ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ദൈവത്തോട് ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിൻ്റെ ചിന്ത വന്നാൽ ആ തീയിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടിയല്ലേ? അത് പിശാചല്ലേ ചെയ്യുന്നത്. അത് ഗൗരവമായി തന്നെ കാണണം. എന്ത് ചിന്തയാണ് വന്നത് അപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. വീണ്ടും പ്രാർത്ഥിക്കാതിരിക്കുക. വേറെ ഏതെങ്കിലും ചിന്ത വരികയാണോ അത് നോട്ട് ചെയ്യുക. ഇതെല്ലാം വെച്ചിട്ട്, കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് വരുന്നതിന് ഇത്രമാത്രം തടസ്സമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ തടസ്സം എവിടുന്ന് വന്നു? എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണല്ലോ ചിന്തയായിട്ട് ഇത് വരുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് ബന്ധനമുണ്ടല്ലോ, ഞാൻ ഇന്നും പിശാചിൻ്റെ അടിമയാണല്ലോ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ മരിച്ചാൽ എങ്ങനെ എൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തും? ഇങ്ങനെയാണ് നമ്മൾ പാപം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. പ്രാർത്ഥിക്കാതിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റും? ഇരിക്കണം പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം പ്രാർത്ഥിക്കാൻ നേരം എന്തെല്ലാം തെറ്റുകൾ വന്നാലും എന്തെല്ലാം ചിന്തകൾ വന്നാലും അതെല്ലാം എഴുതിയെടുത്തിട്ട് മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന വ്യാപാരം. ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകുന്നതിന് ആർക്കാണ് ഇത്ര വിഷമം? ഒരു പിശാചിന്. അവൻ എൻ്റെ മേൽ എത്രമാത്രം അധികാരമുണ്ട്. യോബിൻ്റെ പിശാച് അവകാശം പറയുന്ന കാര്യമുള്ളപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് അങ്ങ് ചെന്നു. അവൻ അതിനുള്ള അനുവാദമുണ്ട്. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ ഒരു സമയം വരെയും ആ തെറ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് ആ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ അവകാശം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലും. നീ അവനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. എൻ്റെ പാപം അവൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. അവന് പാപബോധമില്ല. എന്നിട്ട് നിന്റെ ദൈവവേദലായിട്ട് അവൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായ അടഞ്ഞു പോകും, വേലി പൊളിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, വേലി പൊളിയുന്നതിന് മുമ്പ് എത്രയും വേഗം നമ്മൾ ആ തെറ്റ് തിരുത്തുക. അതാണ് പറഞ്ഞത്. ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നല്ല മനസ്സാക്ഷി. ചെറിയ കാര്യമാണ് എങ്കിലും നല്ല മനസ്സാക്ഷി എന്ന് ഇവിടെ വേറെ ദിവസം പറയുന്നു. ഈ നല്ല മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് രീതിയിലുള്ള മനസ്സാക്ഷിയാണ്. ഒന്ന്, പിശാച് കയറി ഇറങ്ങി നിയന്ത്രിക്കുന്ന ഒരു ഹൃദയം, അതാണ് ഇരുണ്ട ഹൃദയം എന്ന് പറയും. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സാക്ഷി അത് തഴമ്പിച്ചിരിക്കും. ആ ഹൃദയത്തിനകത്ത് ദൈവബോധമില്ല, ഇരുളാണ് അവിടെ വ്യാപരിക്കുന്നത്. അവിടെ തെറ്റിലേക്കാണ് പ്രവണത. തെറ്റ് മാത്രമേ ജീവിതത്തിൽ കാണുകയുള്ളൂ, ലോകചിന്ത മാത്രമേ കാണുകയുള്ളൂ, ഈ ലോകത്തിലെ പലതും നേടാൻ വേണ്ടിയുള്ളൊരു വ്യഗ്രത മാത്രമേ കാണുകയുള്ളൂ. ഹൃദയം ഇരുണ്ട അവസ്ഥ എന്ന് പറയും. മറ്റേത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പണ്ട് എന്തെല്ലാം വ്യാപാരങ്ങളുണ്ടെങ്കിലും പാരമ്പര്യത്തിന് ശാപമുണ്ടെങ്കിലും അതെല്ലാം കഴുകി വെടിപ്പാക്കി ദൈവത്തിന് പ്രസാദകരമായി ദൈവം വസിക്കുന്ന ഒരു നല്ല ഹൃദയം, അതാണ് ശുദ്ധ മനസ്സാക്ഷി എന്ന് പറയും. ആ മനസ്സാക്ഷിയുടെ വെടിപ്പാണ് ദൈവം നോക്കുന്നത്. മനുഷ്യർ പുറമേ നോക്കും, പക്ഷെ ദൈവം നോക്കുന്നത് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഏറ്റവും ഡീപ്പായിട്ട് നമ്മുടെ ആളത്തം എന്താണ്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, നമ്മുടെ ആ അകത്തെ മനുഷ്യൻ എങ്ങനെയാണ്. അത് ദൈവത്തോട് കൂറുള്ള മനുഷ്യനാണോ, ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യനാണോ, വചനം അനുസരിക്കാൻ വ്യഗ്രതയുള്ള മനുഷ്യനാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കൊള്ളുന്ന ഒരു മനുഷ്യനാണോ, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനാണോ, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്ന മനുഷ്യനാണോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കുന്ന മനുഷ്യനാണോ, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനാണോ? രണ്ട് രീതിയിലുള്ള മനസാക്ഷി. ഇരുണ്ട മനസാക്ഷി എന്താണ്? നമുക്ക് റോമർ 1:21 വായിച്ചാൽ നമുക്ക് അവിടെ അറിയാം.
അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇരുണ്ട ഹൃദയം. കാരണം ദൈവത്തിൻ്റെ വെളിച്ചമില്ലാത്ത ഹൃദയം. അതിൻ്റെ കാരണം എന്നാ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചു, വചനം കിട്ടി, ഈ രക്ഷ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ദൈവം കാണിച്ചു തന്നു. അന്ധകാരത്തിലാണ്, പിശാച് അവകാശം പറയുന്ന പല പാപവും ഉണ്ടെന്നുള്ള കാണിച്ചു. അതാ ദൈവത്തെ അറിഞ്ഞിട്ടും രക്ഷ അറിഞ്ഞിട്ടും രക്ഷകനെ അറിഞ്ഞിട്ടും വീണ്ടെടുപ്പ് അറിഞ്ഞിട്ടും ക്ഷമിച്ചു തരുന്ന രക്തത്തെ അറിഞ്ഞിട്ടും സ്വർഗരാജ്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വർഗരാജ്യത്തിൽ കിടക്കണം എന്നുള്ള ആഹ്വാനം ദൈവം തന്നിട്ടും എല്ലാം തന്നിട്ടും അത് സ്വീകരിക്കത്തില്ല. അതാ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് അവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, ദൈവത്തെ ദൈവമായിട്ട് കാണാതെ, ദൈവത്തെ ഭയത്തോടെ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, എന്നെ മെനഞ്ഞ ദൈവമാണ്, ഞാൻ ആഴക്കുഴിയിലാണെങ്കിലും എന്നെ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ്, അവൻ എനിക്ക് ഏറ്റവും നല്ലവനാണ്, അവൻ മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്നോർത്ത് ആ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത രക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നന്ദി കാണിക്കാതെ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ നിരൂപണങ്ങളിൽ നമ്മുടെ ബുദ്ധിയിൽ അവർ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? മനോഹരമായ ലോകം, അത് ആസ്വദിക്കാം. അതിനെന്താ തെറ്റിരിക്കുന്നത്? ഇന്നൊക്കെ സ്വന്തം നിരൂപണങ്ങൾ, സ്വന്തം ശരികൾ, സ്വന്തം കാഴ്ചപ്പാടുകൾ, സ്വന്തമായ ആത്മീയങ്ങൾ, ഇങ്ങനെയൊക്കെ പോയാലും സാരമില്ല, ദൈവം ക്ഷമിക്കും. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമല്ലേ? വലത്ത് ഭാഗത്തെ കളൻ അവസാനത്തെ സമയത്ത് പോലും ക്ഷമ കൊടുത്തു. അതിനേക്കാൾ വലുതാണോ എൻ്റെ കാര്യം? പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൻ സാരമില്ല, ദൈവം അങ്ങനെ നോക്കില്ല, അങ്ങനെയാണ് സ്വർഗത്തിൽ ആരെല്ലാം പോവും എന്നൊക്കെയുള്ള സ്വന്തം നിരൂപണം. സാരമില്ല 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 എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വചനം കൊടുത്താലും വചനം കേട്ടാലും അവരവരുടെ സ്വഭാവം മാറ്റില്ല. പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു സ്വഭാവമുണ്ട്, വർഷങ്ങളായി അവർ താലോലിച്ചു കൊണ്ടുപോയ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം മാറ്റില്ല. അടുത്ത് ചെല്ലുമ്പോൾ അറിയാം നമുക്കത്. പുറമെ എല്ലാം മാന്യരാ, പുറമെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, പക്ഷെ ഹൃദയം ഇരുണ്ട് കിടക്കുകയാണ്. എങ്ങനെ അറിയാം? പാപത്തോടാ താല്പര്യം, ലോകത്തോടാ താല്പര്യം, പ്രവൃത്തിയോടാ താല്പര്യം. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിന് പകരം പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് പഴയ കാലത്തൊക്കെ പ്രവർത്തി ലേഖനത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. പ്രവൃത്തി ചെയ്ത് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹം, പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആളത്തം എങ്ങനെയാണെങ്കിലും സാരമില്ല, ഹൃദയം എങ്ങനെയാണെങ്കിലും സാരമില്ല, ഹൃദയത്തിൽ പാപം ഉണ്ടെങ്കിലും സാരമില്ല, ലോകമുണ്ടെങ്കിലും സാരമില്ല, ദൈവത്തിന് സാധകരമായ പ്രവൃത്തി ചെയ്ത് പ്രസാദിപ്പിക്കുക. കർമ്മമാർഗം എന്നാൽ ദൈവം പറയുന്നത്, നിൻ്റെ പ്രവൃത്തി ഒന്നും വേണ്ട, നീ എന്നെ വിശ്വസിക്കേ, എൻ്റെ വചനം നീ കേൾക്ക്, എൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് വരിക, എൻ്റെ പുത്രൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ മനസ്സിലാകും. നിൻ്റെ കഴിഞ്ഞകാല ബന്ധനങ്ങൾ അഴിക്കണം, പാരമ്പര്യത്തിൻ്റെ ശാപം മാറ്റണം, പുതിയൊരു ഹൃദയം നീ സമ്പാദിക്കണം, നിൻ്റെ തുരുത്തി പുതിയതാകണം, നീ പുതിയ സൃഷ്ടിയാകണം, നീ എനിക്ക് പ്രസാദമുള്ള മനുഷ്യനായി തീരണം, എനിക്ക് നിൻ്റെ ഉള്ളത്തിൽ വന്ന് താമസിക്കാനുള്ള അനുവാദം നീ എനിക്ക് തരണം. എനിക്കത് കുറച്ചിട്ടൊന്നും ഞാൻ തൃപ്തിപ്പെടില്ല. എനിക്ക് നിൻ്റെ ഹൃദയത്തിൽ വരണം, നിൻ്റെ ഹൃദയം എനിക്ക് വെടിപ്പാകണം, എനിക്കും നീയുമായിട്ടൊരു ബന്ധം വേണം. ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് പുത്രനുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വേണം. എനിക്ക് നിൻ്റെ കൂടെ കഴിയണം. എനിക്ക് സ്വർഗത്തിൽ കഴിയുന്നതിനേക്കാൾ ഇഷ്ടം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ വീട്ടിൽ പാർക്കാനാണ്. നീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് കൊതി. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ തകർന്ന് തരിപ്പണമാകാറുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ആരായിരുന്നു? ഞാൻ കാറെ കയറുമ്പോൾ എൻ്റെ കൂടെ കാറെ കയറാൻ കൊതിക്കും ദൈവം. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരാൻ കൊതിക്കും. അവിടെ കർത്താവേ നീ എൻ്റെ കൂടെ വരാമെന്ന് നമ്മൾ പറയുമോ? നമ്മൾ യാത്രയിൽ ദൈവത്തെ കൂട്ടുമോ? എവിടെയെങ്കിലും പോകാൻ നേരം കർത്താവേ നീ എൻ്റെ കൂടെ നിന്ന് വരാമോ എന്ന് ചോദിക്കുമോ? എൻ്റെ അനുവാദമില്ലാതെ ദൈവത്തിന് എങ്ങനെ വരാൻ പറ്റും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. വലുതും ചെറുതുമായ ഓരോ കാര്യത്തിലും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കണമെന്ന് കൊതിക്കുന്ന ദൈവവേദൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കും. ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കും. എനിക്ക് തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ കർത്താവേ. നിർബന്ധം ഞാൻ പറയുകയാണ്. ഞാൻ യാത്രയ്ക്ക് പോവുകയാണ്, ഞാൻ തന്നെ പോവില്ല കർത്താവേ, നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഞാൻ മോശമൊന്നുമല്ല, പക്ഷെ അത് ശരിയാണ്. പക്ഷേ എനിക്കൊരു എളിയ പ്രാർത്ഥന, എൻ്റെ കൂടെ ഒന്ന് വരാമോ? എന്തിനാണ്? എന്നെ തെറ്റുപറ്റാ കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയും. എനിക്ക് ലോകത്തിനേക്കാളൊക്കെ നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് കുളിർമ തരുന്നത്. എൻ്റെ ഹൃദയത്തിൽ ആനന്ദിക്കുന്ന ഒരൊറ്റ കാര്യത്തിലാണ്. ഇതൊക്കെ പറയാൻ പറ്റുമോ? ഈ ഇരുണ്ട ഹൃദയം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവ് വെടിപ്പാക്കുന്ന
നല്ല മനസ്സാക്ഷി. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നീ 1 പത്രോസ് 3:4 വായിച്ചോ. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന ക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ഈ ആയിരിക്കണം. പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ വലിയ അഗാധമായ അർത്ഥങ്ങളുള്ളതാണ്. ആ വാക്യം തന്നെ വായിച്ചാൽ അറിയാം. ആശ്രയ സ്ത്രീകളെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, പൊന്നണിയുന്നതൊന്നുമല്ല, മുടി മിന്നുന്നതൊന്നുമല്ല, ഈ ലോകത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ നല്ലതെന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിൻ്റെ നിഗൂഢ മനുഷ്യൻ, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴമാണ് ദൈവം നോക്കുന്നത്. പുറമേ നിനക്ക് എന്തും ചെയ്യാം, അതിലൊന്നും ദൈവം സന്തോഷിക്കുകയില്ല. ഹൃദയത്തിൻ്റെ ഗൂഢം മനുഷ്യൻ, അതെന്താണ്? സൗമ്യതയും സാവധാനതയും ഉള്ള ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ. ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമ്മൾ പോകും. മനുഷ്യരുടെ പ്രീതി സമ്പാദിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാകാൻ നമ്മൾ ശ്രമിക്കും. മറ്റേ ശ്രമമൊന്നുമില്ല, ദൈവമാണ് ഇതെല്ലാം ചെയ്യണത്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്കറിയാം ഞാൻ കുഴപ്പക്കാരനാണ്, എനിക്ക് പാരമ്പര്യമൊന്നുമില്ല, നന്മയൊന്നുമില്ല, എല്ലാം കുഴപ്പം പിടിച്ചാണെന്നറിയാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ ഹൃദയം ഞാൻ വെടിപ്പാക്കി ഒരു നല്ല മനസ്സാക്ഷി നിനക്ക് തരും. സ്തോത്രം! അത്ര സുന്ദരമായ കാര്യമാണ്. അപ്പോസ്തലൻ അതൊക്കെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ നല്ല മനസ്സാക്ഷി പരിശുദ്ധാത്മാവ് കൊണ്ടേക്കൊണ്ട് നേടുക. ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ അനുഭവമാണ് സാവധാനത, സൗമ്യതയും സാവധാനതയും. സൗമ്യത എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പുറമേയുള്ള ശാന്തതയോ സൗമ്യതയൊന്നും അല്ല. സൗമ്യതയുടെ അർത്ഥം വചനത്തിൻ്റെ മുമ്പിൽ വിനയപ്പെടാൻ പറ്റുക, വചനമനുസരിക്കാനുള്ള താല്പര്യമാണ് സൗമ്യത. ദൈവത്തെ മാനിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാനിക്കുന്നു. ഒരു ദൈവമുണ്ട്, ഞാൻ കണ്ടില്ലേലും ശരി ദൈവമുണ്ട്, എനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വിനയപ്പെടുന്നു, അനുസരിക്കാൻ തീരുമാനം എടുക്കുന്നതാണ് സൗമ്യത. പുറമേ ശാന്തനായിട്ടും സൗമ്യനായിട്ടും ശബ്ദം കുറച്ച് സംസാരിക്കുന്നൊന്നുമല്ല സൗമ്യത. അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. ദൈവം കാണുന്ന സൗമ്യത എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിന് അവൻ കീഴ്പ്പെടുവോ, എൻ്റെ വചനത്തെ അവൻ വില കൊടുക്കുമോ, എൻ്റെ വചനത്തെ അവൻ മാനിക്കുമോ, എൻ്റെ രക്ഷയെ അവൻ മാനിക്കുമോ, എൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണം അവൻ അംഗീകരിക്കുമോ, എൻ്റെ പുത്രൻ്റെ രക്തത്തിൽ അവൻ മാനിക്കുമോ, എൻ്റെ പുത്രനിൽ കൂടെയുള്ള രക്ഷ അവൻ അംഗീകരിക്കുമോ. എന്നെ മാനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തെ മാനിക്കുക എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ ദാഹിക്കുമോ, പരിശുദ്ധാത്മാവിന് വിനയപ്പെട്ടും കീഴ്പ്പെട്ടും അവൻ നിൽക്കുമോ. ഇതാണ് ദൈവം നോക്കുന്നത്. അതാണ് സൗമ്യത. സാവധാനത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏത് സമയത്തും ശത്രു എന്നെ പരീക്ഷിക്കാം, ഏത് സമയത്തും ഞാൻ വീഴാം. ഞാൻ വഴുവഴുക്കുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോടെയുള്ള ജീവിതം, ഇതായി നല്ല മനസാക്ഷി എന്നൊക്കെ പറയുന്നത്. കരുതലോട് എവിടെയെങ്കിലും സമൂഹത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ റിസ്ട്രെയിൻ ചെയ്യും, പുറകോട്ട് മാറും, മുന്നിലേക്ക് നമ്മൾക്ക് പോവില്ല. ആരെയും കാണാനോ ആരെയും കാണിക്കാനോ ഒരു പ്രവൃത്തിയൊന്നുമില്ല. എവിടെയും എനിക്ക് തെറ്റുപറ്റാം, എവിടെയും എനിക്ക് പരീക്ഷ വരാം, എവിടെയും എനിക്ക് വീഴാവുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് കർത്താവെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൂക്ഷിച്ചുള്ള ജീവിതം. സ്ലിപ്പറി ആഴത്തെ നമ്മൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ നടക്കും? സൂക്ഷിക്കില്ലേ? വലിയ വളവുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കോഷൻ എഴുതി വച്ചിട്ടില്ലേ, സൂക്ഷിക്കണം. ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടി വരുന്ന കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന കോഷൻ, സൂക്ഷ്മതയേറിയ ജീവിതം. അപ്പോസ്തലൻ പറയുമ്പോൾ പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുള്ളതല്ല, നമ്മളൊക്കെ അങ്ങനെയുള്ളവരല്ലേ, നമ്മളൊക്കെ ഇതിനും ഗൗരവം കൊടുക്കുന്നവരല്ലല്ലോ. അപ്പോസ്തലൻ പറയാണ് സാവധാനത, സൂക്ഷ്മതയുള്ള ജീവിതം, സൗമ്യത, വചനമനുസരിക്കാനുള്ള നിർബന്ധം. അപ്പോസ്തല പ്രവൃത്തി 3:26. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? അകൃത്യം മാറണം, പിശാചിൻ്റെ അവകാശം മാറണം, പിശാചിൻ്റെ പാപം മാറണം, പിശാചിൻ്റെ മുദ്ര അവനിൽ നിന്ന് മാറണം. ഞാൻ അവൻ്റേതാണെന്നുള്ള അവൻ അവകാശം പറഞ്ഞു വരുന്ന കാര്യത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം. അവൻ ഇത്രയും നാളും ലോകത്തിൻ്റേതായിരുന്നു, പിശാചിൻ്റേതായിരുന്നു, ഇപ്പോൾ അവൻ ദൈവത്തിൻ്റേതായി മാറുന്നു. അകൃത്യം ചെയ്യിപ്പിക്കുന്നവൻ ഹൃദയത്തിൽ നിന്ന് മാറണം. അകൃത്യത്തിൻ്റെ കാരണഭൂതനായ പിശാചിൻ്റെ ബന്ധനം മാറണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് അനുഗ്രഹം കിട്ടുകയുള്ളൂ. നമ്മൾ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇല്ല, അനുഗ്രഹം നടക്കില്ല.
ദൈവത്തിന് ഞാൻ പറഞ്ഞ ഒരുക്കമില്ലാത്ത പാത്രത്തിലേക്ക് പുതുവീഞ്ഞ് പകരില്ല. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരാൻ പറ്റില്ല. പാത്രം പുതുക്കിയേ പറ്റുള്ളൂ. പാത്രം പുതുക്കുക എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ഇതുവരെ നാം കൊണ്ടു നടന്നിരിക്കുന്ന ലോകത്തിൻ്റെ കാര്യങ്ങളും പാപത്തിൻ്റെ ഇമ്പങ്ങളും നാം കളഞ്ഞേ പറ്റുള്ളൂ. പാത്രം വെടിപ്പാക്കിയാലേ വിശുദ്ധമായ ആത്മാവിനെ കിട്ടുകയുള്ളൂ, ദൈവസാന്നിധ്യം കിട്ടുകയുള്ളൂ, ബന്ധനങ്ങൾ അഴിയുകയുള്ളൂ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടുകയുള്ളൂ. അനുഗ്രഹം വേണോ അകൃത്യം മാറണം. നല്ല ലളിതമാണ്. അകൃത്യം എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. വീണ്ടും വായിച്ചു നോക്കാം 2 തീമോഥെയോസ് 2:22. അവിടെ അകൃത്യം മാറിയ ഒരവസ്ഥ, അതാണ് ഈ ശുദ്ധ മനസാക്ഷി എന്ന് പറയുന്നത്. അകൃത്യങ്ങളില്ലാത്ത ഹൃദയം, പിശാചിനെ കടന്നു വരാൻ പറ്റാത്തൊരു ഹൃദയം, അതാണ് നല്ല മനസാക്ഷി. അവിടെ പറയുന്നു ശുദ്ധ ഹൃദയം എന്ന് പറയും. 2 തീമോഥെയോസ് 2:22. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും. ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു ശുദ്ധ ഹൃദയം വേണം. അല്ല, ശുദ്ധ ഹൃദയം കിട്ടിയിട്ടില്ലയോ കർത്താവ്, എനിക്കൊരു ശുദ്ധ ഹൃദയം വേണം. എനിക്ക് നീയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ശുദ്ധ ഹൃദയത്തെ സാധിക്കുകയുള്ളൂ. എനിക്കത് ഇന്നില്ല, എനിക്കത് വേണം. നീ എനിക്ക് ബോധ്യം തരുന്നതെല്ലാം ഞാൻ വിട്ടോളാം. ഒരു ഉടമ്പടി പറഞ്ഞേ പറ്റുള്ളൂ. ഈ ശുദ്ധ ഹൃദയം ഉണ്ടെങ്കിലേ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഈ മനസ്സാക്ഷി, ശുദ്ധ മനസ്സാക്ഷി എന്ന് പറയുന്നത്. അതാണ് ദൈവം വസിക്കാനായിട്ട് ഞാൻ തന്നെത്താൻ എന്നെ ഒരുക്കുക. അതിന് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെത്താൻ ഒരുങ്ങുകയാണ്. ആണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, കുഞ്ഞാടിൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്തയുടെ ജോലി ഒറ്റ കാര്യമേ ഉള്ളൂ, തന്നെത്താൻ ഒരുക്കുക. മണവാളന് വേണ്ടി ഈ ജീവിതം വെടിപ്പായി സൂക്ഷിക്കുക. പിശാചിന് ഇതുവരെ അവകാശം പറഞ്ഞിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ എന്നോട് യാത്ര പറയുന്നു. ഇനി ഓരോ സമയത്തും പിശാചിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് തന്നെത്താൻ കണ്ടുപിടിച്ചിട്ട് അതിനോട് യാത്ര പറയുക. യാത്ര പറയുക എന്നൊരു കാര്യമാണ്. കാണിച്ചു തരിക എന്നുള്ള പരിശുദ്ധാത്മാവ് ചെയ്യും, യാത്ര പറയുക എന്നുള്ള ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ശുദ്ധഹൃദയം ദൈവത്തോട്. അപ്പോസ്തലൻ തന്നെ പറയുന്നത് വിശുദ്ധ പുരുഷന്മാരൊക്കെയും വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന്. വിശുദ്ധ കരങ്ങളിൽ മുകളിലോട്ട് പോകണമെങ്കിൽ താഴോട്ടുള്ള ബന്ധങ്ങളെല്ലാം വിടണ്ടേ? കോപവും വാഗ്വാദവും എല്ലാം വിട്ട് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? വിട്ടാൽ മതി പ്രിയരെ, വിട്ടാൽ മതി. നമ്മുടെ കരങ്ങൾ മുകളിലേക്ക് ഉയരും. കാരണം നമ്മുടെ ലക്ഷ്യം മുകളിലായിരിക്കും. ഉയരത്തിലുള്ളതിലേക്ക് നമ്മുടെ ചിന്ത വരും, സ്വാഭാവികമായിട്ട് വരും. അതാണ് നല്ല മനസ്സാക്ഷി. ദൈവത്തോട് കളങ്കമില്ലാത്തൊരു മനസ്സാക്ഷി, ദൈവത്തോട് ബന്ധമുള്ള ഒരു മനസ്സ്, ദൈവത്തോട് അടുക്കിലേക്ക് ചെല്ലാൻ കൊതിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയം, അതായത് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. 1 പത്രോസ് 3:9 വായിച്ചാൽ നമുക്കെന്നെ അറിയാം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുമാണ്. വായിച്ച 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എത്ര സുന്ദരമായ വാക്കാ! നിങ്ങളെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാ? 1, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കണം. 2, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാതെ എങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും? എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും? എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാനാണ്. എന്തിനാണ്? മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. രണ്ടാമത്തെ കാര്യമാണ് ഏകാഗ്രതയും നിർമ്മലതയും ഉള്ള ഹൃദയം. 2 കൊരിന്ത്യർ 11:3 അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിർമ്മല കന്യകയായിട്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല കന്യയായി, മണവാട്ടിയായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം നടക്കും. അപ്പോൾ നിങ്ങളെ വിവാഹം കഴിയാൻ പോകുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളതിനു വേണ്ടി ഒരുങ്ങാൻ. ഏകാഗ്രതയും നിർമ്മലതയുമുള്ള മണവാട്ടി. ഏകാഗ്രതയില്ലയോ മണവാട്ടി വഷളായിപ്പോവും, നിർമ്മലതയില്ലയോ വഷളായിപ്പോവും. അപ്പം നമുക്ക് എത്രമാത്രം ഗൗരവമുണ്ട്? ഞാൻ ചോദിച്ചു, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അങ്ങനെ ഗൗരവമുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? യജമാനൻ എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മരണക്കിടക്കയിലായിക്കോട്ടെ, 2ാമത്തെ വരവിലായിക്കോട്ടെ. പക്ഷേ അവൻ വന്നെന്നെ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ ജീവിതം എത്ര പരിശുദ്ധമായി ഞാൻ സൂക്ഷിക്കണം.
ആ ഒരു വ്യഗ്രത ഉണ്ടോ നമ്മുടെ ആൾക്കാർക്ക്? എനിക്ക് വിശുദ്ധനായി കഴിയണം. അത് സാധിക്കുന്ന കാര്യമാണ്. ആത്മാവ് ആവലോടെ ഇറങ്ങി വരികയാണ്. ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരാം, ഞാൻ നിൻ്റെ കരം പിടിക്കാം, വീഴാതെ വണ്ണം ഞാൻ നിന്നെ സൂക്ഷിക്കാം. എത്ര പേര് ആ വിളി സ്വീകരിക്കുന്നുണ്ട്? നിർമ്മല കന്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പാട്ട് പാടിയിട്ടും കാര്യമൊന്നുമില്ല. ആ നിർമ്മലനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നീ നേരിട്ട് വരണം. മരണക്കിടക്കയിലാണേലും ശരി, രണ്ടാമത്തെ വരവിലാണേലും ശരി, നിന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകണം. വേറെ ഒരു ലക്ഷ്യം എനിക്കില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ അതും വിട്ടുകൊള്ളാം. ഈ പ്രവാസകാലം ഞാൻ ഭയത്തോടെ കഴിക്കാൻ തീരുമാനിച്ചവനാണ്. എനിക്ക് നിന്റെ മണവാട്ടിയെ അവിടെ കഴിഞ്ഞേ പറ്റുള്ളൂ. തന്നെത്താൻ ഒരുക്കുന്ന മണവാട്ടിയാൻ ഞാനിവിടെ ജീവിക്കുകയാണ്. എനിക്ക് ലോകത്തിൻ്റെ ഒന്നും വേണ്ടേ വേണ്ട. എനിക്ക് ഉള്ളത് മതി, ഞാൻ തൃപ്തനാണ്. എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവങ്ങളില്ല, എനിക്ക് സങ്കടങ്ങളില്ല. എനിക്ക് നീ മാത്രം, നീ മാത്രം, നീ മാത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞ് ഏകാഗ്രതയുള്ള ഹൃദയം. ഏകാഗ്രതയോടെ ശുദ്ധീകരണം പ്രാപിക്കാൻ, മണവാളൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള ത്വര, ആ ഒരു വലിയ ഡിറ്റർമിനേഷൻ, ആ വലിയൊരു തീഷ്ണത, ആ വലിയൊരു അധ്വാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അധ്വാനം, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ റോമർ 15:6 പറയുന്നു, ഏക ചിന്ത ക്രിസ്തു മാത്രം. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഏകചിന്ത, ഒറ്റ ചിന്തയെ പാടുള്ളൂ. വേറൊരു ചിന്ത വരാൻ പാടില്ല. അത് ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. അത് മലിനപ്പെടാൻ പാടില്ല. വേറെ ലക്ഷ്യം വരാൻ പാടില്ല. വേറെ ആഗ്രഹം വരാൻ പാടില്ല. വേറെ നോട്ടം വരാൻ പാടില്ല. വേറെ കാഴ്ചപ്പാട് വരാൻ പാടില്ല. ഒന്നും ഈ ലോകത്തിൽ എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യവും എന്നെ തൊടാൻ പാടില്ല. പറ്റുമോ? ഒരിക്കലും പറ്റാത്ത കാര്യം ദൈവം പറയില്ല. പറ്റത്തില്ലെങ്കിലും ലോകമനുഷ്യന് പറ്റില്ല, ബുദ്ധിയിൽ ചിന്തിക്കാൻ മനുഷ്യന് പറ്റില്ല. പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോകാനാണ് പറയുന്നത്. ഇതാണ് ഏകാഗ്ര ഹൃദയമാണ് നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കൊലോസ് ലേഖനം 1:22 പറയുന്നത്, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കുവാൻ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെ ഒരു വാക്കുണ്ട്, നിഷ്കളങ്കത. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം, കുറ്റമില്ലാത്തവരായി. അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ശത്രു അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ശത്രു സൈഡിൽ നിന്നുകൊണ്ട് ഇവൻ എൻ്റേതാണെന്ന് പറയാൻ ഒന്നും വരാൻ പാടില്ല. അത് നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ ഒരു യുദ്ധം പാടില്ല. മരണക്കിടക്കയിൽ ദൈവത്തിൻ്റെ ആത്മാവും പിശാചിൻ്റെ ആത്മാവും കൂടെ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അവിടെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കാൻ പാടില്ല. സമാധാനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഈ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകണം. അവിടെ തടസ്സം വരാൻ പാടില്ല. മോശയ്ക്ക് പോലും ഈ പ്രശ്നം വന്നു. അതെനിക്ക് പാഠമാണ്. അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. അങ്ങനെയൊരു യുദ്ധം അവിടെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ഇവിടെ വെച്ച് നല്ല കാലമാണ്. എനിക്ക് ആയുസ് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ ബന്ധനങ്ങളും അഴിക്കാൻ, എല്ലാ പിശാചിന ബന്ധങ്ങളും അഴിക്കാൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ കാര്യം, സകല കുത്തിയേയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നുണ്ട്. ഈ ദൈവസമാധാനം അനുഭവിക്കുന്നതാണ് നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിൻ്റെ അഭിവൃദ്ധിയല്ല. സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നനവുകളും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ സമാധാനം ഉണ്ടോ? കഷ്ടതയുണ്ട്, രോഗമുണ്ട്, കടമുണ്ട്, മക്കളുടെ പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ പ്രശ്നമുണ്ട്, 100 കൂട്ടം പ്രശ്നം ഈ ലോകത്തിലുണ്ട്. നല്ലതാണെന്ന് ഞാൻ പറയും. സഹായിപ്പാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാവും. കഷ്ടത വരുമ്പോഴേ ദൈവത്തിൻ്റെ വില അറിയുള്ളൂ. സമ്പൽ സമൃദ്ധി തന്നാൽ നമ്മളിതൊക്കെ അങ്ങ് വിട്ടുപോകും. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ധനം തരല്ലേ, എനിക്ക് ദാരിദ്ര്യം തരല്ലേ, ഉണ്മാനം കൊടുക്കാനുണ്ടെങ്കിൽ മതിയെന്ന് പറയും. അതുകൊണ്ട് ഉള്ളതിനെക്കുറിച്ച് ഞാൻ അസൂയപ്പെടുകയല്ല. പക്ഷേ അവർക്കത് കെണിയായി തീരാൻ ഇടവരുമല്ലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. സമ്പത്തിലുള്ള ആശ്രയം വരുന്നത് എപ്പോഴാണ് നമ്മൾ അറിയത്തില്ല. ദൈവത്തിലാണോ ആശ്രയം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സകല ബുദ്ധിയെയും കവയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ലോകം തരാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്ത സമാധാനം, ദൈവം മാത്രം തരുന്ന സമാധാനം, കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്ന സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടോ?
അവസാനത്തെ കാര്യമാണ് പറയുന്നത്, തകർന്ന് നുറുങ്ങിയുള്ള ഹൃദയം. എന്തേ തകർന്നുറിങ്ങൾ? കണ്ണുനീരല്ല, എൻ്റെ ഒന്നുമില്ലായ്മ. എനിക്ക് ആ ഒന്നുമില്ലായ്മ, എൻ്റെ ബന്ധനങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റില്ല. എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് തകർന്നുറിങ്ങിയ ഹൃദയം. കരച്ചിലല്ല. കണ്ണുനീരൊക്കെ ചിലക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. തകരുന്ന ഹൃദയം എന്ന് പറയുന്നത് എൻ്റെ ഇന്നബിലിറ്റി, എൻ്റെ കഴിവില്ലായ്മ, കഴിവുള്ളവനിലേക്കുള്ള ആശ്രയം. ഈ രണ്ടും വന്നാൽ അവിടെ തകർന്ന ഹൃദയമായിട്ട് ദൈവം കാണും. തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വനത്തിങ്ങളിൽ വിറയ്ക്കുന്നതുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം മനുഷ്യൻ്റെ ഹൃദയം നോക്കുന്നു. ആ ഹൃദയം പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിയ ഹൃദയമാണോ? ദൈവത്തിൻ്റെ ആത്മാവിന് സന്തോഷത്തോടെ വസിക്കാൻ പറ്റുമോ? ശുദ്ധീകരണത്തിന് മനസ്സുള്ള ഹൃദയമാണോ? ദൈവാത്മാവ് ശുദ്ധീകരിച്ച ഹൃദയം, അതാണ് നല്ല മനസ്സാക്ഷി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അന്ന് നല്ല മനസ്സാക്ഷിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്കത് ലഭിക്കും. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തരികയാണ്. നിങ്ങളുടെ പഴയ കാഴ്ചപ്പാടെല്ലാം മാറ്റി ഒരു പുതിയ നല്ല മനസ്സാക്ഷി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.